നമസ്കാരം. നീറ്റ് വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പലരും ഇത് സർക്കാരിന്റെ വലിയ തോൽവിയായാണ് പറഞ്ഞ് ആഘോഷിക്കുന്നത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ ജൂലൈയിൽ രാജിവെച്ചത് പ്രതിഷേധത്തിന്റെ വിജയമാണോ, അതോ ജൂണിൽ തന്നെ തീരുമാനിച്ചിരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയെന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ അവസാന ഘട്ടമോ? അതിലും പ്രധാനമായി പ്രതിഷേധമൊടുവിൽ ആരുടെ കയ്യിലെത്തി എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിദ്യാർത്ഥി സമരത്തിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളും രാജ്യം വിലയിരുത്തിയത് എങ്ങനെയായിരുന്നു? ഇവിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് പ്രതിപക്ഷമാണോ, അതോ കേന്ദ്ര സർക്കാരോ, അതോ CJP എന്ന സംഘടനയോ? CJPയുടെ ഭാവി ഇനി എന്താകും? സംഭവങ്ങളെ രാഷ്ട്രീയമായി തന്നെ വിശകലനം ചെയ്യാം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച വിഷയമാണ്. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ നടത്തിപ്പിനെതിരായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് വരെ എത്തിച്ചു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഈ രാജി കേന്ദ്ര സർക്കാരിന്റെ വലിയ പരാജയമാണോ, അതോ രാഷ്ട്രീയമായി കൃത്യസമയത്തെടുത്ത ഒരു തീരുമാനമാണോ? എന്റെ വിലയിരുത്തൽ രണ്ടാമത്തേതിനാണ് കൂടുതൽ സാധ്യത കാണിക്കുന്നത് എന്നതാണ്. കാരണം ജൂണിൽ മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുന്നത്. ഈ സമയത്തിന് മുൻപ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിൽ നിന്ന് മാറുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകളും സൂചനകളും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ജൂലൈയിൽ അദ്ദേഹം രാജിവെച്ചത് പ്രതിഷേധത്തിന്റെ നേരിട്ടുള്ള വിജയമായി മാത്രം കാണാൻ കഴിയില്ല. മറിച്ച് നേരത്തെ ആലോചിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ നടപ്പാക്കി എന്നത് മാത്രമാണ് കണക്കാക്കാം. ഈ പറഞ്ഞതിനർത്ഥം CJPയുടെ ആവശ്യവും സമരവും തീരുമാനത്തെ സ്വാധീനിച്ചില്ല എന്നല്ല, അത് ഒരു ഘടകമായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നീറ്റിനെതിരായ പ്രതിഷേധം ഒരു ഘട്ടം വരെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ന്യായമായ ആശങ്കകളായിരുന്നു. എന്നാൽ പിന്നീട് ആ പ്രതിഷേധത്തെ വിവിധ രാഷ്ട്രീയ മത സംഘടനകളും മറ്റ് സർക്കാർ വിരുദ്ധ രാജ്യവിരുദ്ധ ഗ്രൂപ്പുകളും ഏറ്റെടുത്തതോടെ സമരത്തിന്റെ മുഖം മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സമരം അതിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്ന് മാറി രാഷ്ട്രീയ പോരാട്ടമായി മാറുമ്പോൾ പൊതുജന പിന്തുണ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയും അത്തരം ഒരു സാഹചര്യം ഉണ്ടായെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, ഡൽഹി കലാപത്തിനോട് അനുബന്ധിച്ച് ജയിലിൽ കഴിയുന്നവരുടെ മോചനം, പാർലമെന്റും പരമോന്നത കോടതിയും തകർക്കുക, നമ്മുടെ സൈന്യത്തെ അവഹേളിക്കുക, FCRA ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ഇന്ത്യയുടെ നിയമങ്ങൾ ഇനി പാർലമെന്റിലല്ല തെരുവിലാണ് നടപ്പാക്കുക തുടങ്ങിയ ഗുരുതരമായ ആഹ്വാനങ്ങളാണ് ഈ സമരാങ്കണത്തിൽ നിന്നും ഉയർന്നു കേട്ടത്. ഇത് സമരം ദേശവിരുദ്ധരാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നതിന്റെ ദൃഷ്ടാന്തമായിരുന്നു. ഇനി സമരത്തിന്റെ വിജയത്തിൽ പങ്കുപറ്റാൻ ഇറങ്ങിയവരോട് CJP ആണ് സമരം പ്രഖ്യാപിച്ചതും തുടങ്ങിയതും അതിനെ മുന്നോട്ട് നയിച്ചതും. ഒരു വിഷയത്തിൽ നിലപാട് മുന്നോട്ട് വച്ച് സമരം നടത്തി അത് വിജയിപ്പിച്ച ഒരു പ്രതിപക്ഷ പാർട്ടിയുണ്ടോ ഇന്ത്യയിൽ എന്ന് സമീപകാലത്തെ കാര്യങ്ങൾ വിശദീകരിച്ച് പരിശോധിച്ചാൽ കണ്ടെത്താനാവില്ല. ഇക്കാര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സംഘടനകളെയും അല്ല, മറിച്ച് CJP എന്ന ഒറ്റ സംഘടനയെ മാത്രമായിരുന്നു. അതിലൂടെ ആരെയാണ് തങ്ങൾ പ്രധാനമായി ഇക്കാര്യത്തിൽ കാണുന്നതെന്ന് ഒരു രാഷ്ട്രീയ സന്ദേശമായി തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതോടെ പ്രതിഷേധത്തിനും മറ്റുള്ള പ്രതിഷേധ ഗ്രൂപ്പുകൾക്കും ശക്തമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇവിടെ അടച്ചുപോയത്. സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് സാധിച്ചില്ലെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിലും അതോടെ നീറ്റ് വിവാദത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ നഷ്ടവും കേന്ദ്ര സർക്കാരിന് സംഭവിച്ചുവെന്ന് പറയാൻ ഇപ്പോൾ തെളിവുകളില്ല. മറിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു സർക്കാർ എന്ന ഇമേജ് സൃഷ്ടിക്കാനും കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകളുടെയും സമാന വിഷയങ്ങളിൽ ഉത്തരവാദിയായ നേതാക്കളും കാണിക്കാത്ത ഒരു ധാർമ്മികത ഇവിടെ നടപ്പായി എന്ന വസ്തുത സ്ഥാപിക്കാനും കൂടാതെ വിഷയത്തെ നിയന്ത്രണത്തിലാക്കാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെന്നാണ് പറയാനുള്ളത്. മറുവശത്ത് പ്രതിഷേധത്തെ മുന്നോട്ട് നയിച്ച CJPക്ക് താൽക്കാലികമായി വലിയ ശ്രദ്ധ ലഭിച്ചിരിക്കാം. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ നിന്നും ഉയർന്നു വന്ന പല സംഘടനകളുടെയും നേതാക്കളുടെയും ചരിത്രം നോക്കിയാൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചുവെങ്കിലും പിന്നീട് ആ സ്വാധീനം നിലനിർത്താൻ സാധിക്കാത്തവരായി നമുക്ക് കാണാൻ കഴിയും. ഒരു കാലത്ത് അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിന്നും ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ പ്രതീക്ഷയായി മാറിയിരുന്നു.
പിന്നീട് അവരുടെ രാഷ്ട്രീയ യാത്ര പല പ്രതിസന്ധികളുടെയും കടന്നുപോയി. അതുപോലെ തന്നെയാണ് CJPയും ഇപ്പോൾ ലഭിക്കുന്ന ശ്രദ്ധയെ ദീർഘകാല രാഷ്ട്രീയ സ്വാധീനമാക്കി മാറ്റുമോ എന്നത് ഇനി കാത്തിരുന്നു കാണേണ്ട വിഷയമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഉറപ്പായ ഒരു നിഗമനത്തിലെത്താൻ കഴിയുകയില്ല. അവസാനമായി പറയാനുള്ളത് ഇത്രമാത്രമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമായി കാണാം. പക്ഷെ അത് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നത് അതിരുകടന്ന വിലയിരുത്തലായിരിക്കും. അതേസമയം പ്രതിഷേധത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് ചില നേട്ടങ്ങൾ ഉണ്ടായെന്ന വാദത്തിനും ഇടമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താൽ ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ദൗർബല്യം അനുഭവിച്ചത് ആരെന്ന് ഇനിയാണ് അറിയാനാവുക. അത് സർക്കാരിനാണോ, പ്രതിപക്ഷത്തിനാണോ, അതോ CJP എന്ന ജെൻസി സംഘത്തിനാണോ എന്നത് വരും മാസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് തീരുമാനിക്കുക. പാർലമെന്റ് സമ്മേളനം വർഷത്തിൽ 3 തവണയാണ് നടക്കാറുള്ളത്. ഓരോ സമ്മേളനവും കൃത്യമായും കാര്യക്ഷമമായും നടത്താതിരിക്കാൻ ഓരോ പ്രതിഷേധങ്ങൾ കുറച്ചു കാലമായി ഉണ്ടാകാറുണ്ട്. പാർലമെന്റ് സമ്മേളനം ശരിയായി നടന്നില്ലെങ്കിൽ രാജ്യത്തിന് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, നമ്മുടെ നിയമനിർമ്മാണത്തിലും രാജ്യഭരണത്തിലും അത് പ്രതിഫലിക്കും. പൊതുപണം ചെലവാക്കുന്നതിലുപരിയായിട്ട് ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിനൊക്കെ പരിഹാരം കണ്ടെത്താനും കഴിയാതെ വരും. യഥാസമയം നിയമങ്ങൾ പാസാക്കാനും തടസ്സം നേരിടും. അങ്ങനെ സംഭവിക്കുന്നതാണ് പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം. അതുതന്നെയാണ് രാജ്യവിരുദ്ധ ശക്തികളുടെ ലക്ഷ്യവും. ഏതായാലും CJP സമരം മുൻനിർത്തി പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്താൻ ഇനി ആവില്ല എന്ന ആശ്വാസത്തിലാകും കേന്ദ്ര സർക്കാർ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സർക്കാരിന്റെ തോൽവിയാണോ, അതോ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണോ? ഇവിടെ വിജയം നേടിയത് സത്യത്തിൽ പ്രതിപക്ഷമാണോ, CJP ആണോ, അതോ മറ്റെന്തെങ്കിലും സംഘടനകളാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.